രാഷ്ട്രീയ നിലപാടുകളിലെ ഭിന്നതയും തോക്ക് കൈവശം വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കവും ഒരു പിതാവിനെ സ്വന്തം മകളുടെ കൊലപാതകയാക്കി മാറ്റിയിരിക്കുന്നു. ടെക്സസ് സ്വദേശിയായ ക്രിസ് ഹാരിസൺ ആണ് 23-കാരിയായ മകൾ ലൂസി ഹാരിസണെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ജനുവരി 10 നടന്ന ഈ ക്രൂരകൃത്യത്തിന്റെ വിചാരണ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപ് സൃഷ്ടിച്ച ധ്രുവീകരണം കുടുംബ ബന്ധങ്ങളെ പോലും എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഭയാനകമായ ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുന്നു. ലൂസിയും പിതാവ് ക്രിസും തമ്മിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ നേരത്തെ തന്നെ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നതായി ദൃക്സാക്ഷികൾ മൊഴി നൽകി. സംഭവം നടക്കുമ്പോൾ ലൂസിയുടെ കാമുകനായ സാം ലിറ്റ്ലർ വീട്ടിലുണ്ടായിരുന്നു. സാമിന്റെ സാന്നിധ്യത്തിലാണ് അച്ഛനും മകളും തമ്മിൽ രാഷ്ട്രീയ തർക്കം ആരംഭിച്ചത്. പ്രധാനമായും ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെയും അമേരിക്കയിലെ തോക്ക് സംസ്കാരത്തെയുമായിരുന്നു ലൂസി ചോദ്യം ചെയ്തിരുന്നത്. എന്നാൽ ട്രംപിന്റെ കടുത്ത ആരാധകനായ ക്രിസിന് ഇത് സഹിക്കാനായില്ല. ക്രിസ് വീട്ടിൽ തോക്കുകൾ സൂക്ഷിക്കുന്നതിനെ ലൂസി കടുത്ത ഭാഷയിൽ എതിർത്തിരുന്നു. തോക്ക് കൈവശം വെക്കുന്നത് സുരക്ഷയല്ല, മറിച്ച് അപകടകരമാണെന്നായിരുന്നു ലൂസിയുടെ പക്ഷം. എന്നാൽ തന്റെ അവകാശമാണിതെന്ന നിലപാടിലായിരുന്നു ക്രിസ്. ജനുവരി 10 ഈ തർക്കം അതിന്റെ എല്ലാ പരിധികളും ലംഘിക്കുകയായിരുന്നു. ജോലിസ്ഥലത്തേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു ലൂസിയും സാമും. പോകുന്നതിന് തൊട്ടു മുൻപും ട്രംപിനെ ചൊല്ലി തർക്കം ഉടലെടുത്തു. ക്രിസ് നടത്തിയ ചില പരാമർശങ്ങൾ ലൂസിയെ മാനസികമായി വല്ലാതെ തളർത്തി. മനോവിഷമത്തിലായ ലൂസി കുറച്ചുനേരം തന്റെ മുറിയിൽ തനിച്ചിരുന്നു. പിന്നീട് അടുക്കളയിലെത്തിയ ലൂസിയെ ക്രിസ് ബലമായി പിടിച്ച് താഴത്തെ നിലയിലുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് തർക്കം മൂർച്ഛിക്കുകയും പെട്ടെന്ന് ഒരു വലിയ വെടിയൊച്ച കേൾക്കുകയുമായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ വീട്ടുകാർ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ലൂസിയാണ്. ക്രിസിന്റെ കൈവശമുണ്ടായിരുന്ന തോക്കിൽ നിന്നാണ് വെടി ഉതിർത്തത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ലൂസി മരണപ്പെട്ടു. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ക്രിസിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നിലവിൽ വിചാരണ നേരിടുന്ന ക്രിസ് തന്റെ അഭിഭാഷകർ വഴി കോടതിയിൽ വികാരാധീനനായി പ്രസ്താവന പുറത്തുവിട്ടു. തന്റെ പ്രവൃത്തിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നാണ് ക്രിസ് പറയുന്നത്. ഈ ഭാരം തന്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല. മക്കൾക്ക് നേരെ വെടിയുണ്ട വന്നപ്പോൾ എന്റെ കൈ ട്രിഗറിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല, ക്രിസ് പ്രസ്താവനയിൽ പറഞ്ഞു. കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് താൻ തോക്ക് സൂക്ഷിക്കുന്നതെന്ന് ലൂസിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ക്രിസിന്റെ വാദം. എന്നാൽ ആ സുരക്ഷായുധം തന്നെ തന്റെ മകളുടെ ജീവൻ എടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നും അദ്ദേഹം കോടതി അറിയിച്ചു. തനിക്ക് അമിത മദ്യപാനത്തിന്റെ പ്രശ്നമുണ്ടെന്നും ക്രിസ് സമ്മതിച്ചു. മുൻപ് മദ്യപാനത്തിൽ നിന്ന് മുക്തി നേടാനായി ചികിത്സ തേടിയിട്ടുണ്ട്. സംഭവ ദിവസം താൻ അമിതമായി വീഞ്ഞ് കുടിച്ചിരുന്നു. മദ്യലഹരിയിൽ എടുത്ത തീരുമാനങ്ങളാണ് ഈ ദുരന്തത്തിന് കാരണമെന്ന് പ്രതിഭാഗം വാദിക്കുന്നു. ലൂസിയുടെ ഓർമ്മകളെ ആദരിക്കാൻ തന്റെ ബാക്കിയുള്ള 2 പെൺമക്കളെ നല്ല രീതിയിൽ വളർത്തണമെന്നാണ് താനിപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് ക്രിസ് പറയുന്നു. എന്നാൽ ഒരു സഹോദരിയെ നഷ്ടപ്പെട്ട ആ പെൺകുട്ടികളുടെയും അമ്മയുടെയും മാനസികാവസ്ഥ വിവരണാതീതമാണെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. അമേരിക്കയിൽ രാഷ്ട്രീയ നിലപാടുകൾ കുടുംബാംഗങ്ങൾക്കുള്ളിൽ കടുത്ത ശത്രുത വളർത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി സാമൂഹിക നിരീക്ഷകർ പറയുന്നു. ട്രംപ് യുഗത്തിനു ശേഷം റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് അനുഭാവികൾ തമ്മിലുള്ള അകൽച്ച വീടിനുള്ളിലേക്കും പടർന്നിരിക്കുകയാണ്. ലൂസിയുടെ കൊലപാതകം ടെക്സസിലെ തോക്ക് നിയന്ത്രണ ങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വീണ്ടും തിരികൊളുത്തിയിട്ടുണ്ട്. ലൂസി ഭയപ്പെട്ടതുപോലെ തന്നെ ആ വീട്ടിലെ തോക്ക് ഒരു ദുരന്തമായി മാറി. തോക്ക് കൈവശം വെക്കുന്നതിനെ ന്യായീകരിക്കുന്ന ക്രിസിന്റെ അതേ വാദങ്ങൾ തന്നെയാണ് ലൂസിയുടെ ജീവനെടുത്തത്. സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. കാമുകനായ സാം ലിറ്റ്ലറുടെ മൊഴി കേസിൽ നിർണായകമാണ്. ക്രിസ് ലൂസിയെ ഭീഷണിപ്പെടുത്തിയിരുന്നോ എന്നും ബലമായി മുറിയിലേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്നും കോടതി വിശദമായി പരിശോധിക്കുന്നുണ്ട്. മദ്യപാനവും രാഷ്ട്രീയ ഭ്രാന്തും ചേരുമ്പോൾ അത് എത്രത്തോളം അപകടകരമാകുമെന്നതിന്റെ നേർചിത്രമാണ് ഈ കേസ്. ക്രിസിന് ഉയർന്ന ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്നാണ് കോടതി പ്രധാനമായും നോക്കുന്നത്. വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വരും ദിവസങ്ങളിൽ കോടതി വിധി പ്രസ്താവിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയ തർക്കങ്ങൾ കൊലപാതകത്തിൽ കലാശിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിന് വലിയ ഭീഷണിയാണെന്ന് മാധ്യമങ്ങൾ വിലയിരുത്തുന്നു.